പാറു, പാച്ചി വിളിച്ചത് കേട്ട് അവൾ അവരെ മുഖമുയർത്തി നോക്കി. നിനക്ക് പറയാൻ ഇപ്പോഴും ബുദ്ധിമുട്ടാണല്ലേ? ഇല്ല, ഞാൻ ഞാൻ പറയാം അമ്മേ. അത്രയും പറഞ്ഞുകൊണ്ട് നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അവൾ പാച്ചിയെ നോക്കി. ഞാൻ ദേവനിലയം വീട്ടിലെ മൂത്ത മകനായ ജയദേവൻ്റെയും പ്രമീളയുടെയും ഒരേയൊരു മകളാണ്. ഓർമ്മ വെച്ച കാലം മുതൽ കേൾക്കുന്ന പേര് കൊലയാളിയുടെ മകളെന്നാണ്. പാർവതി നിർവികാരതയോടെ പറയുന്നത് കേട്ടതും പാച്ചിയൊരു ഞെട്ടലോടെ അവളെ നോക്കി. മോളെ? അതെ അമ്മേ, എൻ്റെ അച്ഛൻ ഒരു കൊലയാളിയാണ്. എൻ്റെ അമ്മയെ പിച്ചി ചീന്തിയവനെ നിഷ്കരണം വെട്ടിക്കൊന്ന കൊലയാളി. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖം നേരിൽ കണ്ട ഓർമ്മ പോലുമില്ല. അയാളെ കൊന്ന ശേഷം അമ്മയ്ക്ക് പുറകെ അച്ഛനും എന്നെ വിട്ടുപോയി. അമ്മയല്ലാതെ ഒരു നിമിഷം പോലും അച്ഛന് വയ്യാത്രേ. അവർ രണ്ടുപേരും എന്നെ മറന്നു കളഞ്ഞു മനഃപൂർവ്വം. അത് പറയുമ്പോൾ അവളുടെ ശബ്ദമിടറി. എനിക്ക് അന്ന് 4-5 വയസ്സാണെന്നാണ് അച്ചമ്മ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. പിന്നീട് ഞാൻ വളർന്നതൊക്കെ തറവാട്ടിലാണ്. അച്ചമ്മയ്ക്ക് എൻ്റെ അച്ഛനെ കൂടാതെ ഒരു മകൻ കൂടിയുണ്ട്, ജയബാലൻ. ആദ്യം ചെറിയച്ഛൻ്റെ വിവാഹമാണ് നടന്നത്. ചെറിയച്ഛനും ഭാര്യ കനകയ്ക്കും 2 മക്കളാണ്, സാന്ദ്രയും ചന്ദനയും. അച്ഛൻ്റെയും അമ്മയുടെയും മരണത്തിനു ശേഷം എന്നെ വളർത്തിയതൊക്കെ അച്ചമ്മയായിരുന്നു. പക്ഷേ എനിക്കൊരു 13 വയസ്സൊക്കെ ആയപ്പോൾ അച്ചമ്മയും പോയി. പിന്നീട് ചെറിയച്ഛനായിരുന്നു എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത്. ചെറിയമ്മയ്ക്ക് എന്നോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ലായിരുന്നു, അതുപോലെ തന്നെ ഇഷ്ടവും. 10ാം ക്ലാസ് വരെ ഗവൺമെൻറ് സ്കൂളിലായിരുന്നു പഠിച്ചത്. പിന്നെ പഠിക്കണമെങ്കിൽ എൻ്റെ ചിലവുകൾ ഞാൻ തന്നെ നോക്കണമെന്ന് ചെറിയമ്മ പറഞ്ഞു. കേട്ടപ്പോൾ വല്ലാതെ സങ്കടം തോന്നി. എങ്ങനെയെന്നറിയാതെ ഉഴറി. ചെറിയച്ഛൻ എന്നോട് ഒന്ന് സംസാരിക്കാറ് പോയിട്ട് ഒന്ന് നോക്കുക കൂടിയില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഇന്നും എനിക്കറിയില്ല. പിന്നീട് എനിക്ക് അവിടെ നിന്നും ഭക്ഷണം കഴിക്കാൻ വരെ ബുദ്ധിമുട്ട് തോന്നി. അന്നു മുതൽ എന്നെക്കൊണ്ട് പറ്റുന്ന ജോലികൾ ഓരോന്നായി ചെയ്തു തുടങ്ങി. ചെറിയമ്മ അതിനെ എതിർത്തതുമില്ല. എനിക്ക് അവിടെ ആകെ ഉണ്ടായിരുന്ന കൂട്ട് അയൽവക്കത്തെ രമ്യ ചേച്ചിയായിരുന്നു. ചേച്ചിക്ക് തയ്യൽക്കടയിലാണ് ജോലി. അത്യാവശ്യം നന്നായി വരയ്ക്കുന്നത് കൊണ്ട് തന്നെ ചേച്ചിയുടെ അടുത്ത് നിന്നും എംബ്രോയ്ഡറി പഠിച്ചെടുത്തു. ഇതിനിടയിൽ നല്ല മാർക്കുണ്ടായിരുന്നത് കൊണ്ട് +1 ഗവൺമെൻറ് സ്കൂളിൽ തന്നെ കിട്ടി. അതെനിക്ക് വലിയ ആശ്വാസമായിരുന്നു. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയങ്ങളിൽ ചേച്ചി കൊണ്ട് തന്നിരുന്ന തുണികൾ ഓരോ വർക്ക് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അതിനിടയിൽ അത്യാവശ്യം തയ്യലും പഠിച്ചെടുത്തു. രാവിലെ എഴുന്നേറ്റ് ചെറിയമ്മയെ സഹായിക്കുന്നതും വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് വന്നാൽ ചേച്ചിയുടെ അടുത്ത് പോയി ജോലി ചെയ്യുന്നതും പതിവായി. ചേച്ചി തരുന്ന പൈസ തുടർ പഠനത്തിനായി സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഡിഗ്രി കഴിഞ്ഞ് PGക്ക് എറണാകുളത്തുള്ള ഗോകുലം ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള SN കോളേജിലാണ് അഡ്മിഷൻ ശരിയായത്. സാന്ദ്ര ചേച്ചിയും അതേ കോളേജിലായതുകൊണ്ട് തന്നെ അവിടെ മതിയെന്നും തീരുമാനിച്ചു. ചെറിയമ്മയോട് പറഞ്ഞപ്പോൾ നിന്റെ കാര്യം നീ മാത്രം തീരുമാനിച്ചാൽ മതി എന്നായിരുന്നു ഉത്തരം. പിന്നെ ഒരു കാര്യം മാത്രം ആവശ്യപ്പെട്ടു. അവിടെ വെച്ച് സാന്ദ്രേച്ചിയെ ഒരു പരിചയഭാവവും കാണിക്കരുത് എന്ന്. ചേച്ചിക്ക് നാണക്കേടാണത്രേ ഒരു കൊലയാളിയുടെ മകളെ സ്വന്തം അനിയത്തിയായി മറ്റുള്ളവർക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. നിറഞ്ഞ കണ്ണോടെ വേദന നിറഞ്ഞ ചിരിയോടെ പറയുന്ന അവളെ കണ്ടതും പാച്ചിയമ്മയുടെ ഹൃദയമൊന്നു വിങ്ങി. പിന്നീട് അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പായി. വീട്ടിൽ നിന്നും ഒത്തിരി ദൂരമുള്ളതിനാൽ തന്നെ ഹോസ്റ്റലിൽ താമസിക്കേണ്ടി വരുമായിരുന്നു. കയ്യിലുള്ള പൈസ തികയില്ല എന്നതുകൊണ്ടും ഇനി പഴയ പോലെ തയ്യൽ നടക്കില്ല എന്ന് അറിയാവുന്നതുകൊണ്ടും എനിക്കായി ഉണ്ടായിരുന്ന സ്വർണമെല്ലാം വിറ്റ് പൈസ അക്കൗണ്ടിലിട്ടു. അഡ്മിഷനുള്ള കാര്യങ്ങൾക്കൊക്കെയായി ചെറിയമ്മ വന്നു. അങ്ങനെ ഞാൻ SN കോളേജിലേക്ക് പോയി. അത്രയും നാൾ ചെറിയ ഓളങ്ങളോടെ താളത്തിൽ ഒഴുകിക്കൊണ്ടിരുന്ന എൻ്റെ ജീവിതം ഗതി മാറി ഒഴുകാൻ തുടങ്ങിയത് അവിടെ മുതലായിരുന്നു. ഇതേ സമയം ദേവും ഓർമ്മകളിലായിരുന്നു, തൻ്റെ പാറൂട്ടനെ കണ്ടതു മുതലുള്ള നിമിഷങ്ങളിൽ. പാറു രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ ചെല്ലുമ്പോൾ കനക അവിടെ നിന്ന് ദോശ ചുടുന്നുണ്ട്. അവളെ കണ്ടതും അത് അവളെ ഏൽപ്പിച്ച് മുറ്റമടിക്കാനായി പോയി. നാളെ മുതലാണ് ക്ലാസ് തുടങ്ങുന്നത്. ഇന്ന് ഉച്ച കഴിയുമ്പോൾ ഇവിടെ നിന്നും തിരിക്കും. സാന്ദ്ര രാവിലെ പോകും. അവൾ PG സെക്കൻഡ് ഇയർ ആണ്. അവർക്ക് ക്ലാസ് തുടങ്ങിയിട്ടിപ്പോൾ 2 ആഴ്ചയായി. അവൾ കോളേജിനടുത്തുള്ള ഒരു വീട്ടിൽ ഫ്രണ്ട്സിനൊപ്പമാണ് താമസം. പാറു ജോലിയെല്ലാം വേഗം ചെയ്യാൻ തുടങ്ങി. പോകുന്നതിന് മുൻപ് രമ്യ ചേച്ചിയെ ചെന്നൊന്ന് കാണണം. ഓരോന്നോർത്തുകൊണ്ട് അവൾ വേഗം പണികൾ ചെയ്തു. ചേച്ചി, രമ്യേച്ചി. പണികളെല്ലാം തീർത്ത് കുളിച്ച് ഭക്ഷണവും കഴിച്ച ശേഷം രമ്യയുടെ വീട്ടിലേക്ക് വന്നതാണ് പാറു. ആടി പെണ്ണെ, ഞാൻ ഇവിടെയുണ്ട്, നീ ഇങ്ങോട്ട് വാ.
അടുക്കളയിൽ നിന്നും രമ്യ വിളിച്ചു പറഞ്ഞതും അവൾ അങ്ങോട്ട് നടന്നു. രമ്യയും ഭർത്താവ് ഷിനോജും അവരുടെ മകൻ പ്രണവുമാണ് ആ വീട്ടിലുള്ളത്. ഭർത്താവും മകനും പോയി കഴിഞ്ഞാൽ രമ്യ തൻ്റെ വീടിന് മുന്നിൽ തന്നെ ഒരു സ്റ്റിച്ചിങ് സെൻറ്റർ നടത്തുന്നുണ്ട്. അങ്ങോട്ട് പോകും. എംബ്രോയിഡറി കൂടാതെ സ്റ്റോൺ വർക്കുകളും മറ്റും കസ്റ്റമർ പറയുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആ, നീ പോകാനുള്ളതെല്ലാം റെഡിയാക്കിയോ? അവളെ കണ്ടതും രമ്യ ചോദിച്ചു. അത്യാവശ്യമെല്ലാം എടുത്തു ചേച്ചി. അല്ല, ഇന്ന് കടയിലേക്ക് പോയില്ലേ? വളരെ പതുങ്ങിയുള്ള സംസാരമാണ് പാറുവിൻ്റേത്. അതും അത്രയ്ക്ക് അടുപ്പമുള്ളവരോട് മാത്രം അവൾ സംസാരിക്കും. ഇല്ല, ഉച്ച കഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ചു. നീ വാ, നിനക്ക് കുറച്ച് പണി തരാം. രമ്യ പറയുന്നത് കേട്ടതും പാറു അവളെ സംശയത്തോടെ നോക്കിക്കൊണ്ട് രമ്യയുടെ പിറകെ പോയി. ദാ ഇത് പിടി. 3 മീറ്റർ ഉണ്ട്. അതിൽ 2 എണ്ണം ബ്രൈഡലാണ്, ഒരെണ്ണം ത്രെഡുമാണ്. അത്യാവശ്യമുള്ളതെല്ലാം ഇതിലുണ്ട്. നിനക്ക് 3 മണി വരെയല്ലേ ക്ലാസ്? അത് കഴിഞ്ഞ് ടൈമുള്ളതുപോലെ നീ ചെയ്യേ. 2 ആഴ്ച ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. നീ നെക്സ്റ്റ് വീക്ക് വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി. മാസം ഒരു എമൗണ്ട് ഞാൻ നിൻ്റെ അക്കൗണ്ടിലിടാം. നിന്നെക്കൊണ്ട് പറ്റും പോലെ നീ ചെയ്താൽ മതി. രമ്യ പറയുന്നത് കേട്ടതും പാറുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഗോൾഡ് വിറ്റ പൈസയുണ്ടെങ്കിലും 2 വർഷത്തേക്ക് അത് തികയില്ല എന്ന് അവൾക്കറിയാം. എന്തെങ്കിലും വഴി കണ്ടെത്തണമെന്ന് വിചാരിച്ചതാണ്. മതി, എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ കണ്ണ് നിറച്ചോളും. ചേച്ചി, ഞാൻ ഇതിനൊക്കെ എങ്ങനെ നന്ദി. പാറു. അത്രയും പറഞ്ഞപ്പോൾ തന്നെ രമ്യ ശാസനയോടെ വിളിച്ചു. പിന്നെ ദാ ഇതുകൂടി വെച്ചു. പാറുവിൻ്റെ കയ്യിലേക്ക് 2-3 കവറുകളും കുറച്ച് നോട്ടും വെച്ചു കൊടുത്തുകൊണ്ട് രമ്യ പറഞ്ഞു. എന്താ ഇത്? ഇത് നീ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത കുറച്ച് വർക്കിൻ്റെ പൈസ. ആദ്യം ഞാൻ നിൻ്റെ അക്കൗണ്ടിൽ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഓർത്തു നിൻ്റെ കയ്യിൽ തരാമെന്ന്. പിന്നെ ഇത് എൻ്റെ വക നിനക്ക് കുറച്ച് ഡ്രസ്സാണ്. ചേച്ചി. പാറു ഒരു വെല്ലായ്മയോടെ അവളെ നോക്കി. ഇനി ഇതിൻ്റെ പേരിൽ നിൻ്റെ മുഖം മാറിയാ ഞാൻ നല്ല തല്ല് തരും. ചെല്ല്, പോയിട്ട് വാ. നന്നായി പഠിക്കണം. പറയേണ്ട ആവശ്യമില്ല, നീ മിടുക്കിയാണ്. എന്താവശ്യം വന്നാലും എന്നെ വിളിക്കണം. എനിക്ക് ബുദ്ധിമുട്ടാകുമെന്ന് വിചാരിച്ച് വിളിക്കാതിരിക്കരുത് കേട്ടോ. രമ്യ പറഞ്ഞതിന് അവളൊരു തേങ്ങലോടെ തലയാട്ടി. രമ്യയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. വരൂ പാർവതി, റൂം കാണിച്ചു തരാം. തന്നെ ഹോസ്റ്റലിലാക്കി തിരികെ പോകുന്ന കനകയെ നോക്കി നിൽക്കുന്ന പാർവതിയോട് പറഞ്ഞുകൊണ്ട് വാർഡൻ മുന്നേ നടന്നു. ദാ ഇതാണ് റൂം. തന്നോടൊപ്പം 2 പേര് കൂടെ ഉണ്ടാകും. ഒരു റൂമിൽ 3 പേരെ വീതമാണ് കൊടുക്കാറ്. പിന്നെ രാവിലെ 7 മണി മുതൽ 9 മണി വരെയാണ് രാവിലത്തെ ഭക്ഷണം കൊടുക്കുന്ന സമയം. ഉച്ചയ്ക്ക് 12 മുതൽ 2 വരെയും വൈകിട്ട് 3:30 മുതൽ 5 വരെയും രാത്രി 7:30 മുതൽ 9 വരെയും. സമയത്തിനുള്ളിൽ തന്നെ വന്നിരിക്കണം. പിന്നെ 10-ന് ശേഷം റൂമിൽ വെളിച്ചമുണ്ടാകാൻ പാടില്ല. എങ്കിൽ ശരി, ബാക്കിയുള്ള 2 പേരെ ഇന്ന് വൈകിട്ടെത്തും. അതും പറഞ്ഞുകൊണ്ട് അവർ നടന്നു നീങ്ങി. അവരുടെ സംസാരത്തിൽ നിന്നും അവർ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന കൂട്ടത്തിലുള്ളതാണെന്ന് മനസ്സിലായി. അതിനാൽ തന്നെ പാറുവിന് അവരോട് ഒരു ഭയവും തോന്നി തുടങ്ങി. പാറു റൂം മുഴുവനും നോക്കി. 3 സിംഗിൾ ബെഡ് കിടപ്പുണ്ട്. അതിനടുത്ത് തന്നെ ടേബിളും ചെയറുമുണ്ട്. സൈഡിലായി കബോർഡുണ്ട്. അവൾ അതിലേക്ക് തൻ്റെ ഡ്രസ്സും സാധനങ്ങളും വെച്ചു. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. പിന്നെ ബാൽക്കണിയുണ്ട്. ആക്ച്വലി അങ്ങനെ പറയാൻ പറ്റില്ല, ചെറിയ സ്പേസാണുള്ളത്. അവിടെ അയ കെട്ടിയിട്ടുണ്ട്. അവിടെയാണ് തുണികൾ കഴുകി ഇടുന്നത് എന്ന് തോന്നി അവൾക്ക്. ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവൾ തിരികെ റൂമിലേക്ക് കയറി. നാളെ മുതൽ തൻ്റെ ജീവിതം മാറുകയാണ് എന്നറിയാതെ. റൂം മുഴുവനായി നോക്കി പാറു ഒന്ന് നിശ്വസിച്ചു. ഇനിയുള്ള 2 വർഷം ഇവിടെയാണ്. ബസ്സിലെ യാത്രയായതുകൊണ്ടും നല്ല ചൂടുള്ള സമയമായതുകൊണ്ടും അപ്പടി വിയർത്ത് മുഷിഞ്ഞ പോലെ തോന്നി അവൾക്ക്. ഒന്ന് കുളിച്ചാൽ അല്പം ആശ്വാസം തോന്നും. അതും ആലോചിച്ചുകൊണ്ട് അവൾ ബാഗ് തുറന്ന് മാറാനുള്ള ഡ്രസ്സ് എടുത്തു. അപ്പോഴാണ് അതിൽ രമ്യ തന്ന ഡ്രസ്സിൻ്റെ കവർ ഇരിക്കുന്നത് കണ്ടത്. അതിലെന്തെന്ന് പോലും ഒന്ന് തുറന്നു നോക്കിയില്ലല്ലോ എന്ന് അവൾ ഓർത്തു. അവളത് പുറത്തേക്കെടുത്ത് തുറന്നു നോക്കി. 3 ടോപ്പും അതിന് ചേരുന്ന ലെഗിനും പിന്നെ 2 സൽവാറും. അത് രമ്യ തന്നെയായിരിക്കും സ്റ്റിച്ച് ചെയ്തതെന്ന് തോന്നി. കാരണം നെക്ക് ഭാഗത്തായി ബീഡൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ തയ്ച്ചിട്ടുണ്ട്. ഒരു ഡാർക്ക് റെഡും ഡാർക്ക് ഗ്രീനും. നല്ല വെളുത്ത നിറമായതുകൊണ്ട് തന്നെ അവൾക്കത് നന്നായി ചേരും. പിന്നെ 3 ജോഡി ഇന്നേഴ്സും ഉണ്ടായിരുന്നു. എല്ലാം കണ്ടതും അവളുടെ കണ്ണ് നിറഞ്ഞു. പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചേച്ചിക്ക് തന്നോടൊരു പ്രത്യേക സ്നേഹമുണ്ടെന്ന്. താൻ പോലും നനച്ചിരിക്കാത്ത സമയം പല രീതിയിലും തന്നെ സഹായിച്ചിട്ടുണ്ട്.
അവൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ബാഗിൽ നിന്നും ഇളം മഞ്ഞ കളർ ചുരിദാർ എടുത്തുകൊണ്ട് കുളിക്കാൻ കയറി. കുളിച്ചിറങ്ങിയ പാറു കാണുന്നത് കബോർഡിനടുത്ത് തിരിഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഷർട്ടും ജീൻസുമാണ് വേഷം. ലെയർ കട്ട് ചെയ്ത് മുടി അഴിച്ചിട്ടിട്ടുണ്ട്. തന്നെ ആരോ ശ്രദ്ധിക്കും പോലെ തോന്നിയതും ആ പെൺകുട്ടി തിരിഞ്ഞു നോക്കി. പാറുവിനെ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. വാവ്! അവളുടെ നോട്ടം കണ്ടതും പാറു ചെറുതായി ഒന്ന് ചിരിച്ചു. അത് കാത്തു നിന്നതുപോലെ അവൾ പാറുവിനടുത്തേക്ക് ചെന്നു. ഹേയ് ബ്യൂട്ടി, ഐ ആം മൃദുല ശേഖർ. അമ്മു എന്ന് വിളിക്കും. നീയും അങ്ങനെ വിളിച്ചാൽ മതി. വീട് തൃശ്ശൂരാണ്. വീട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ അവർക്കായി അവരുടെ ഒരേ ഒരു പ്രോഡക്റ്റായ ഞാൻ മാത്രം. സൂപ്പറല്ലേ? അതിന് പാറു മിഴിഞ്ഞ കണ്ണുകളോടെ തല കുലുക്കി. പിന്നെ പതിയെ ചിരിച്ചു. അവളൊരു വായാടിയാണെന്ന് മനസ്സിലായി. കൂടാതെ അച്ഛൻ്റെയും അമ്മയുടെയും ചെല്ലക്കുട്ടി. അപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ. അയ്യോ, ചോദിക്കാൻ വിട്ടു. വാട്ട്സ് യുവർ നെയിം? പാർവതി. അവളുടെ ചിരിയോടെയുള്ള പതിഞ്ഞ മറുപടി കേട്ടതും അമ്മു ചിരിച്ചു. ഹൗ ക്യൂട്ട്, ഐ ലൈക്ക് ഇറ്റ്. പാർവതി, അപ്പോൾ പാറു റൈറ്റ്? എൻ്റെ പാറൂസ് ഒരു മിണ്ടാപ്പൂച്ചിയാണല്ലേ. സാരല്ല, റെഡിയാക്കാം. അത് വിട്. വീട്ടിൽ ആരൊക്കെയുണ്ട്? ചെറിയച്ഛനും ചെറിയമ്മയും അവരുടെ 2 മക്കളും. ആഹാ, അതെ പാറു, എന്നെ ഒന്ന് ഇതൊക്കെ ഇതിൽ കുത്തിക്കയറ്റാൻ സഹായിച്ചേ. എന്നിട്ട് വേണം നമുക്ക് താഴെ പോയി ഇവിടുത്തെ വാട്ടച്ചായ കുടിക്കാൻ. അമ്മു പാറുവിനെ നോക്കി പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി ബാൽക്കണി ഭാഗത്തേക്ക് നടന്നു. നീ എവിടെ പോവാ? ഞാനീ തോർത്തൊന്ന് അവിടെ ഇട്ടിട്ട് വരാം. വളരെ പതിഞ്ഞ രീതിയിലുള്ള അവളുടെ സംസാരം കേട്ടതും അമ്മുവിന് അവളോട് വല്ലാത്ത ഇഷ്ടം തോന്നി. അപ്പോഴാണ് അവളുടെ മുടി അമ്മു കാണുന്നത്. എൻ്റെ ദേവി, ഇത് എന്ത് മുടിയാ പെണ്ണേ നിനക്ക്? നീ ഇത് എന്ത് ചെയ്തിട്ട് എങ്ങനെ വളർന്നേ? ദേ എൻ്റെ നോക്കിക്കേ, കണ്ടോ, ഒട്ടും മുള്ളില്ല. അതാ ഇങ്ങനെ കട്ട് ചെയ്തിട്ടിരിക്കുന്നേ. കർത്താവേ, എൻ്റെ കണ്ണ് തട്ടരുതേ ഇവൾക്ക്. വാനിറയെ സംസാരിക്കുന്ന അവളെ കണ്ടതും പാറു ചിരിച്ചുപോയി. ഞാനങ്ങനെ പ്രത്യേകം ഒന്നും ചെയ്യില്ല. ചെറുപ്പം മുതൽ മുടിയുള്ളതാ. ആണോ? അമ്മു പോയി കുളിച്ചു. ഇത് ഞാൻ വെക്കാം. ഞാൻ രാവിലെ കുളിച്ചു. ഇനി കുളിക്കണോ? ഇഷ്ടല്ലാച്ചാ വേണ്ട. അയ്യോ എൻ്റെ പൊട്ടി പെണ്ണെ, ഞാൻ വെറുതെ പറഞ്ഞതാ. ഞാൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ പോയി കുളിക്കടി ശവമേ എന്ന് പറയണ്ടേ നീ? ആ സാരല്ല, ഞാനെല്ലാം പഠിപ്പിച്ചു തരാം. നീണ്ടു നിവർന്ന് കിടക്കുമല്ലേ 2 വർഷം. അതും പറഞ്ഞ് കുളിക്കാൻ കയറുന്നവളെ പാറു കണ്ണുമിഴിച്ചു നോക്കി. ആദ്യമായി കാണുന്ന ഒരാളോട് എങ്ങനെ ഇത്ര പെട്ടെന്ന് അടുത്ത് എന്ന് അവൾ ചിന്തിക്കാതിരുന്നില്ല. അവൾ പോയ വഴിയൊന്ന് നോക്കി ചിരിച്ചുകൊണ്ട് അവൾ അമ്മുവിൻ്റെ ഡ്രസ്സെല്ലാം മടക്കി കബോർഡിൽ വെക്കാൻ തുടങ്ങി. ലിഫ്റ്റിൽ നിന്നും പുറത്തേക്കിറങ്ങിയതും മറ്റാരെയും ശ്രദ്ധിക്കാതെ പുറത്തേക്ക് നടന്നു. ഒരു കയ്യിൽ താൻ ധരിച്ചിരിക്കുന്ന ജാക്കറ്റും മറുകയിൽ ഫോണും പിടിച്ചുകൊണ്ടാണ് നടപ്പ്. അവനോടൊപ്പം ലിഫ്റ്റിൽ നിന്നും ഇറങ്ങിയ 2 പെൺകുട്ടികളുടെ മിഴികൾ അവനിൽ തന്നെയാണ്. 18B എന്ന അവൻ്റെ ഫ്ലാറ്റിൻ്റെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി വാതിലടച്ചതും ആ പെൺകുട്ടികളുടെ മിഴികളിൽ നിരാശ വന്നു മൂടി. ഇന്നും ഒരു നോട്ടം പോലും കിട്ടിയില്ല. അതിൽ ആദ്യത്തെ പെൺകുട്ടി പറഞ്ഞു. ആന്നേ, എന്നും ഈ സമയം വരുന്നത് കൊണ്ട് മമ്മിയോട് ഓരോ കള്ളങ്ങം പറഞ്ഞിറങ്ങുക. അത് വെറുതെ ആകുവാണല്ലോ. രണ്ടാമത്തെ ആളും പറഞ്ഞു. എടാ, ഇനി ഇയാൾ ഗേ എങ്ങാനും ആയിരിക്കുമോ? പോടി, അറ്റാക്ക് വരുന്നതൊന്നും പറയല്ലേ. അല്ലെങ്കിൽ നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അയാൾ ഇവിടെ വന്നിട്ടിപ്പോൾ 1 വർഷത്തോളമായി. ഇതുവരെ അയാളെ ഒരു പെണ്ണിനൊപ്പം കണ്ടിട്ടുണ്ടോ? അതും പോട്ടെ, എത്ര വട്ടമായി നമ്മൾ തന്നെ അയാളുടെ പുറകെ. നമ്മളെ അയാൾ കണ്ടിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. അങ്ങനെ ആയിരിക്കുമോ? എന്തായാലും നാളെ അങ്ങോട്ട് കയറി ഒന്ന് മിണ്ടി നോക്കാം. അതും പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് നടന്നു. ഒന്ന് ഫ്രഷായ ശേഷം കിച്ചണിൽ കയറി ഒരു കോഫിയും ഇട്ട് അതുമായി ബാൽക്കണിയിൽ വന്ന് നിൽക്കുവാണ് ദേവ്. കായലോരമുള്ള ഫ്ലാറ്റായതുകൊണ്ട് തന്നെ ഈ സമയം ആ തണുത്ത കാറ്റേറ്റ് അവിടെ നിൽക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടതും അവനിലൊരു ചിരി വിരിഞ്ഞു. അതേ ചിരിയോടെ അവനത് അറ്റൻഡ് ചെയ്തു. കണ്ണാ. വാത്സല്യം നിറഞ്ഞ ആ വിളി അവനിലെ ചിരിയുടെ മാറ്റുകൂട്ടി. അമ്മ. ഫ്ലാറ്റിലെത്തിയോ മോനെ? നീ കോഫി കുടിച്ചോ? യാ. കണ്ണാ, നീ ഓക്കെ അല്ലേ? ഇന്ന് തലവേദനയൊന്നും ഇല്ലല്ലോ അല്ലേ? നോ അമ്മ, ഐ ആം പെർഫെക്റ്റ്ലി ഫൈൻ. മെഡിസിനൊക്കെ നീ കൃത്യമായി കഴിക്കുന്നില്ലേ കണ്ണാ? യാ. അതിന് അവരൊന്ന് ചിരിച്ചു. വേദന നിറഞ്ഞ ചിരി. തന്നോട് കൊഞ്ചലോടെ സംസാരിക്കുന്ന അമ്മ എന്ന് വിളിച്ച് തന്നെ ഓരോന്നും പറഞ്ഞ് ചിരിപ്പിക്കുന്ന ദേവിൻ്റെ മുഖം മനസ്സിലേക്ക് വന്നതും അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്നാ ശരി മോനെ, പിന്നെ വിളിക്കാം.
മരുന്നും ഭക്ഷണവും ഒക്കെ കൃത്യമായി കഴിക്കണേ. നാളെ കോളേജിൽ പോകേണ്ടതല്ലേ. ഫോണായി ഇരിക്കാതെ സമയത്ത് കിടന്നുറങ്ങണം. ഓക്കെ മോനെ. ഇനിയും സംസാരിച്ച് താൻ കരഞ്ഞു പോകുമെന്ന് തോന്നിയതും അവർ കോള് കട്ട് ചെയ്തു. അവൻ കട്ടായ കോൾ നോക്കിയൊന്ന് ചിരിച്ചു. പിന്നെ കായലിലേക്ക് മിഴികൾ നട്ട് നിന്നു. മനസ്സിൽ വല്ലാതെ സന്തോഷം തോന്നുന്നു. എന്തോ തന്നിലേക്ക് എത്തിച്ചേരാൻ സമയമായി എന്ന് പറയും പോലെ സുഖകരമായൊരു അനുഭൂതി തന്നിൽ നിറയുന്നത് അവൻ അറിഞ്ഞു. അവനൊരു പുഞ്ചിരിയോടെ മിഴികൾ അടച്ച് അത് ആസ്വദിച്ചു. ഏയ് മഹാ, താൻ ഇങ്ങനെ തുടങ്ങിയാലോ? ഇപ്പോഴുള്ള അവൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയില്ലേ. എന്നാലും നമ്മുടെ മോൻ, എനിക്ക് വേണം സത്യ, അവനെ പഴയ പോലെ. മഹാലക്ഷ്മി തൻ്റെ ഭർത്താവായ സത്യമൂർത്തിയുടെ കയ്യിൽ പിടിച്ച് ഉലച്ചുകൊണ്ട് കണ്ണീരോടെ പറഞ്ഞു. എടോ, താനിങ്ങനെ കരയാതെ. ഡോക്ടർ പറഞ്ഞത് തനിക്കും അറിയാലോ. അവനെ ഒന്നിനും ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അത് അവന് തന്നെയാണ് ആപത്ത്. പിന്നെ അങ്കിൾ. സത്യ എന്തോ പറയാൻ വന്നതും നീരജ് അയാളെ വിളിച്ചു. ആ മോളെ, എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? അകത്തേക്ക് വാ. അങ്കിൾ ദേവ്. അവളുടെ പ്രതീക്ഷയോടെയുള്ള ചോദ്യം അയാളെ വല്ലാതെ വേദനിപ്പിച്ചു. ഞാൻ കൂടി പോകട്ടെ അങ്കിൾ അവനടുത്തേക്ക്? ഒരു പക്ഷേ ഒന്ന് സംസാരിച്ചാ? വേണ്ട വേണ്ട മോളെ, അത് വേണ്ട. പെട്ടെന്ന് തന്നെ മഹാലക്ഷ്മി ഇടയിൽ കയറി പറഞ്ഞു. ഒരിക്കൽ ഇതുപോലെ നമ്മൾ ശ്രമിച്ചപ്പോൾ നടന്നത് ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് വേണ്ട മോളെ, മോള് സങ്കടപ്പെടേണ്ട. നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ ദൈവത്തിന് സാധിക്കില്ല. എൻ്റെ മനസ്സ് പറയുന്നു, അധികം വൈകാതെ എല്ലാം ശരിയാകും. മഹാലക്ഷ്മി അത് പറയുമ്പോൾ അവള് വരുത്തി തീർത്ത ചിരിയോടെ അവരെ നോക്കി പുറത്തേക്കിറങ്ങി. ലവ് യു ദേവ്. തൻ്റെ കയ്യിൽ കിടക്കുന്ന റിങ്ങിലൊന്ന് ചുംബിച്ചുകൊണ്ട് അവൾ പതിയെ മുഴിഞ്ഞു.